സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങൾ ഭക്തജനങ്ങൾക്കുണ്ട്. സ്ഥിരമായിട്ട് ശബരിമലയിൽ പോയിട്ടും സംശയം മാറാത്ത പലരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ശബരിമല ദർശനത്തിലേക്കുള്ള നമ്മുടെ 41 പടിവാതിലുകളെ പറയുകയാണ്. അതായത് 41 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഏതാണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇതോടുകൂടി ഒരു അറുതി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഒന്ന് വളരെ ലഘുവായിട്ട് തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ശബരിമല വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നായിരിക്കും. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കേണ്ടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കുക. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ലഭ്യമാകുക. ശ്രീ മണികണ്ഠ സ്വാമിയെ മനസ്സിൽ നനച്ച് ശബരിമലയിലേക്ക് യാത്ര പോകുന്ന ഓരോ അയ്യപ്പനും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. വ്രതാരംഭമാണത്. അയ്യപ്പ ദർശനത്തിന് വൃശ്ചികം 1 മാല ധരിക്കേണ്ടത്. അതല്ലെങ്കിൽ ശനിയാഴ്ച, ഉത്രം നക്ഷത്രം എന്നീ ദിവസങ്ങളിൽ വനമുദ്ര ധരിക്കുന്നത് ശ്രേഷ്ഠമാണ്. വൃശ്ചികത്തിലല്ലാതെ മാസത്തിൽ നട തുറക്കുന്ന സമയത്ത് നമുക്ക് അതിന് മുന്നോടിയായിട്ട് മാല ധരിക്കാവുന്നതാണ്. മാല ഇടുന്നതിന് മുമ്പ് വീടും പരിസരവും ശുദ്ധമാക്കണം. പൂജാമുറി കഴുകി ഭഗവാന്റെ ചിത്രം വയ്ക്കണം. വ്രതം തുടങ്ങിയ ശേഷം ഉപയോഗിക്കാൻ വസ്ത്രങ്ങൾ നേരത്തെ കഴുകി പുണ്യാഹം തളിക്കാൻ പറ്റിയാൽ അത് ഏറെ നല്ലതാണ്. ഗായത്രി മന്ത്രം ജപിച്ച് വസ്ത്രങ്ങൾ തളിക്കുകയോ ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം കൊണ്ടുവന്ന് വസ്ത്രങ്ങൾ തളിക്കുകയോ ചെയ്യുന്നത് ഗുണകരമാണ്. രണ്ടാമത്തെ കാര്യം മാലധാരണമാണ്. അയ്യപ്പ മുദ്രയുള്ള മാലയാണ് ധരിക്കേണ്ടത്. തുളസി, ചന്ദനം, രുദ്രാക്ഷം മുതലായ മാലകളാണ് ഏറെ ഗുണകരം. ക്ഷേത്രത്തിലെ പൂജാരിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഗുരുസ്വാമിയിൽ നിന്ന് മാല സ്വീകരിച്ച് ധരിക്കാം. ഉറക്കെ ശരണം വിളിച്ച് വേണം മാല ധരിക്കേണ്ടത്. ഗുരുസ്വാമിയാണ് ധരിപ്പിക്കുന്നതെങ്കിൽ മുദ്രാധ്യാനം ചൊല്ലിയാണ് അദ്ദേഹം ധരിപ്പിക്കുക. ഗുരുസ്വാമി ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രങ്ങൾ മറ്റു സ്വാമിമാർ ഏറ്റുപറയണം. ശരണം വിളിയോടുകൂടി തന്നെ മാല അണിയണം. മാല കഴുത്തിലിട്ട ശേഷം പൂജാരിക്ക് ദക്ഷിണ നൽകണം. ഗുരുസ്വാമിയിൽ നിന്നാണെങ്കിൽ ദക്ഷിണ കൊടുത്ത് ആ പാദ നമസ്കാരം ചെയ്യണം. ക്ഷേത്രത്തിൽ ശാന്തിക്കാരൻ ശുദ്ധി വരുത്തി നിൽക്കുന്നതുകൊണ്ട് പാദ നമസ്കാരം ചെയ്യാൻ നിൽക്കേണ്ടതില്ല. മൂന്നാമത്തെ കാര്യം ബ്രഹ്മചര്യമാണ്. ശബരിമല ദർശനത്തിനു വേണ്ടി മുദ്ര ധരിക്കുന്ന നിമിഷം മുതൽ ഭക്തർ പരിശുദ്ധരായിത്തീരുന്നു. അവർ ഭഗവത് ഭൂതവൃന്ദങ്ങളാൽ സംരക്ഷിതരായിരിക്കും. ഭഗവാന്റെ കടാക്ഷം എപ്പോഴും അവരിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളും അതിന് അനുസരിച്ച് പെരുമാറണം. ഭഗവാന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ, മാംസഭക്ഷണം കഴിക്കാതെ ഭഗവത് ചിന്തയോടെ ജീവിക്കണം. ബ്രഹ്മചര്യം പാലിക്കണം. കളവ് പറയുക, ചതിക്കുക, ദേഷ്യപ്പെടുക, സ്ത്രീ സംഘം ചെയ്യുക എന്നിവയെല്ലാം ബ്രഹ്മചര്യവ്രതത്തിന് ഭംഗം വരുത്തുന്നതാണ്. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ.
നാലാമത്തെ കാര്യം പ്രഭാതകൃത്യങ്ങൾ. വ്രതകാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ, അതായത് ഉദയത്തിന് 1.5 മണിക്കൂർ മുമ്പ് ഉറക്കമുണരണം. പ്രകൃതി ഓങ്കാരം മുഴക്കുന്ന സമയം ആണിത്. തുടർന്ന് പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് ശരീരശുദ്ധി വരുത്തണം. കുളിക്കുന്നത് നദിയിലോ കുളത്തിലോ വീട്ടിലോ ആകാം. കുളിമുറിയിലാണെങ്കിൽ 108 ശരണം വിളിയോടെ കുളിക്കണം. സ്വാമിയെ ശരണമയ്യപ്പ ജപിച്ച് കുളിക്കുക എന്നേ സാരമുള്ളൂ. ഉറക്കെ ചൊല്ലുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പതിയെ ചൊല്ലിയാലും മതി. പുണ്യനദിയായ പമ്പയിലെ തീർത്ഥമായി ഈ ജലത്തെ കരുതണമേ എന്ന സങ്കല്പത്തോടെ കുളിമുറിയിൽ നിന്ന് കുളിക്കുന്നതും ആത്മസംതൃപ്തി നൽകുന്ന കാര്യമായിരിക്കും. അഞ്ചാമത്തെ കാര്യം സാഷ്ടാംഗ പ്രണാമമാണ്. കുളി കഴിഞ്ഞ് പൂജാമുറിയിലെത്തി അയ്യപ്പൻ്റെ ചിത്രത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. നിലവിളക്ക് കൊളുത്തി ഭസ്മം വെള്ളത്തിൽ കുഴച്ച് നെറ്റിയിൽ പരയ്ക്കണം. നെറ്റിയിലെ നീര് വലിച്ചെടുക്കാൻ ഭസ്മത്തിന് കഴിയും. കുഴച്ചു തുടങ്ങുന്ന ഭസ്മം ആദ്യം നെറ്റിയിൽ പിടിക്കുന്നു. ആ ജലം ഉണങ്ങി തുടങ്ങുമ്പോൾ നെറ്റിയുടെ ഉള്ളിലുള്ള ജലാംശവും ഇത് വലിച്ചെടുക്കും. തലവേദനയും മറ്റും ഉണ്ടാകാതിരിക്കാൻ ഇത് ഗുണകരമാണ്. ഭസ്മം രാവിലെ ജലം ചേർത്തും ഉച്ചയ്ക്ക് ചന്ദനം ചേർത്തും വൈകിട്ട് ഭസ്മം മാത്രമായിട്ടും ധരിക്കണമെന്നാണ് വിധി പറയുന്നത്. ആറാമത്തെ കാര്യം മന്ത്ര സ്തോത്ര ജപമാണ്. വ്രതകാലത്ത് എന്നും ഭഗവാന്റെ മന്ത്രമോ സ്തോത്രമോ കീർത്തനങ്ങളോ ജപിക്കണം. അത് അറിയില്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കഴിയുന്നത്ര ശരണം വിളിക്കണം. അയ്യപ്പന്മാർക്ക് മാളികപ്പുറത്തിന് സമയമുണ്ടെങ്കിൽ ഏത് ക്ഷേത്രത്തിലും ദർശനം നടത്താം. അങ്ങനെയുള്ളവരിൽ അയ്യപ്പൻ ഏറെ പ്രസാദിക്കും. 2 നേരം കുളി, ക്ഷേത്ര ദർശനത്തിനോ പ്രാർത്ഥനയ്ക്കോ ശേഷം ഭക്ഷണം എന്നിവയും വ്രതത്തിൻ്റെ ഭാഗമാണ്. ഏഴാമത്തെ കാര്യം വസ്ത്രധാരണ രീതിയാണ്. മണ്ഡല മകരവിളക്ക് വ്രതം നോക്കുന്നവർക്ക് കറുപ്പോ നീലയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വീട്ടിൽ ധരിക്കാവുന്നതാണ്. കാലം, ദേശം എന്നിവ അനുസരിച്ചും ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി അനുസരിച്ചും വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. മാലയിട്ടാൽ ചെരുപ്പ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ചിലർ മാല ധരിച്ചാൽ ചെരുപ്പ് ഉപയോഗിക്കില്ല. അത് അവരുടെ രീതിയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. കാട്ടിലൂടെ നടന്ന് മലയിലെത്താനുള്ള തയ്യാറെടുപ്പ് കൂടിയായിരുന്നു പണ്ട് കാലത്ത് ചെരുപ്പ് ധരിക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്തിന് ശേഷം നമ്മൾ ക്ഷൗര പദ്ധതികളൊന്നും ചെയ്യാറില്ല, അതായത് മുഖരോമം വടിക്കാറില്ല. എന്നാൽ പട്ടാളം, പോലീസ് തുടങ്ങിയവയിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇങ്ങനെ താടി വടിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. കേരള പോലീസിൽ ഈ മണ്ഡല കാലഘട്ടത്തിലൊക്കെ ക്ഷൗരം ചെയ്യാതിരിക്കാനുള്ള അനുമതിയുണ്ട്. എന്നാൽ പട്ടാളത്തിലൊന്നും അത് ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല. അവർക്ക് അത്തരം ഘട്ടങ്ങളിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്ഷൗരവിധികൾ ചെയ്യാവുന്നതാണ്. അതായത് സേനയുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് പണ്ട് രാജാക്കന്മാർ ഭടന്മാർക്ക് നൽകിയിരുന്ന ഇളവുകൾക്ക് തുല്യമാണിത്. മാത്രമല്ല മണികണ്ഠൻ ഒരു സേനയുടെ നായകനും കൂടിയാണ്, ഒരു രാജകുമാരനും കൂടിയാണ്. എട്ടാമത്തെ കാര്യം ഭക്ഷണ നിയന്ത്രണമാണ്. മാംസാഹാരം പാടില്ലാത്തതാണ്. കഴിവതും വീടിന് പുറത്ത് നിന്ന് കഴിക്കാതിരിക്കുക. പഴകിയ തണുത്ത ഭക്ഷണം കഴിക്കരുത്. സ്വാമിമാർക്കുള്ള ഭക്ഷണം കുളിച്ച് ശുചിയായി വ്രതാനുഷ്ഠാനത്തോടെ പാചകം ചെയ്യുന്നതായിരിക്കണം. വീട്ടിന് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ മിതമായി ധാന്യഭക്ഷണം, വെജിറ്റേറിയനായിട്ടുള്ള ഭക്ഷണശാലകളിൽ നിന്ന് കഴിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പുലവാലായ്മകളുള്ള വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. ഒൻപതാമത്തെ കാര്യം പുലവാലായ്മയെക്കുറിച്ച് തന്നെയാണ്. പുലവാലായ്മകൾ വ്രതത്തിൻ്റെ ഭംഗം വരുത്തും. അങ്ങനെ വന്നാൽ വ്രതം അവസാനിപ്പിക്കണം. അശുദ്ധം മാറിയ ശേഷം നമുക്ക് വീണ്ടും മാലയിടാം. അശുദ്ധമായിരിക്കുമ്പോൾ മുദ്ര ധരിച്ചിരിക്കുന്നത് ശരിയല്ല. പുലവാലായ്മകൾ കാരണമല്ലാതെ വ്രതഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അറിഞ്ഞുകൊണ്ട് തെറ്റുവരുത്തുന്നത് ക്ഷമാപണത്തിന് അർഹതയില്ലാത്ത കാര്യമാണ്. അറിയാതെ വന്നാൽ പ്രായശ്ചിത്തം വരുത്താം. പഞ്ചഗവ്യാദികൾ കൊണ്ട് ശുദ്ധിയും വരുത്താം. പത്താമത്തെ കാര്യം മരണ വീട്ടിൽ പോകരുത് എന്നുള്ളതാണ്. മുദ്രമാല ധരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ജാതകർമ്മങ്ങളോ പ്രേതകർമ്മങ്ങളോ നീതിയില്ലാതുള്ള മറ്റ് കർമ്മങ്ങളോ പാടില്ല എന്നതാണ് വിധി. പ്രസവ വീട്, മരണ വീട് എന്നിവ സന്ദർശിക്കുന്നതും സിനിമ, നൃത്ത, വിനോദ പരിപാടികൾ കാണുന്നതും
മലയ്ക്ക് പോകും വരെ ഒഴിവാക്കേണ്ടതാണ്. എപ്പോഴും ഈശ്വരചിന്തയോടെ കഴിയുന്നവർക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടായിരിക്കും. ഏതൊരാപത്തിലും ശ്രീ ഭൂതനാഥൻ നമ്മെ രക്ഷിക്കുന്നതാണ്. പതിനൊന്നാമത്തത് 41 ദിവസത്തെ വ്രതം എന്നുള്ളതാണ്. വർഷത്തിലൊരിക്കലാണ് മണ്ഡലവ്രതം വരിക. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള കാലമാണ് മണ്ഡലകാലം. ഈ സമയം 41 വ്രതം എടുത്തു തന്നെ മലയ്ക്ക് പോകണമെന്നാണ് വിധി പറയുന്നത്. മണ്ഡലവ്രതം നോറ്റ് കെട്ടുനിറച്ച് പോകുമ്പോൾ ശരിയായ ഫലം ലഭിക്കുന്നതാണ്. കെട്ടുനിറയ്ക്കാതെ വടക്കേ നടയിലൂടെ ദർശനം നടത്തുന്നവരുണ്ട്. മാസം തോറും തൊഴുന്നവർ കൂടുതലും അങ്ങനെയുള്ളവരാണ്. അല്ലാതുള്ളവർ കുറേ ദിവസത്തേക്കെങ്കിലും വ്രതമെടുത്ത് കെട്ടുനിറച്ചാണ് പോകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പലർക്കും 41 വ്രതം എടുക്കാൻ കഴിയുകയില്ല. കഴിവതും അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ കുറഞ്ഞത് 21 ദിവസം അല്ലെങ്കിൽ 18 ദിവസമെങ്കിലും വ്രതം എടുത്ത് പോകണം. ഇതൊരു നിഷ്ഠയല്ല. 41 വ്രതത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത്. പിന്നെ നമ്മൾ നല്ല വ്രതപുണ്യത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് തോന്നലുണ്ടെങ്കിൽ മാത്രം അടിയന്തര ഘട്ടങ്ങളിൽ 21 അല്ലെങ്കിൽ 18 വ്രതം എടുത്തു പോകുക. ഇനി 12ാമത്തെ കാര്യം കെട്ടുനിറയെക്കുറിച്ചാണ്. കെട്ടുനിറയ്ക്കുന്നതിന് ക്ലിപ്തമായ സമയം എന്നൊന്നുമില്ല. അതിരാവിലെയോ രാത്രിയിലോ ആകാവുന്നതാണ്. വിളക്ക് വയ്ക്കുന്ന സമയം മുതൽ കെട്ടുനിറയ്ക്കാൻ വേണ്ട സമയം, സഞ്ചരിക്കാനുള്ള ദൂരം എന്നിവയെല്ലാം കണക്കാക്കി സമയം നിശ്ചയിക്കാം. ഇതിന് പ്രത്യേക ദിവസം വേണമെന്നൊന്നുമില്ല. ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ഉത്ര നക്ഷത്രമോ ഒക്കെ വളരെ ഗുണകരമാണ്. യാത്രാ സൗകര്യം നോക്കി ദിവസം തിരഞ്ഞെടുത്താൽ മതിയാകും. 13ാമത്തെ കാര്യം ഇരുമുടിക്കെട്ടാണ്. ഇരുമുടിക്ക് പ്രത്യേക നിറം പറയുന്നുണ്ട്. കന്യയ്യപ്പന്മാർ ചുവന്ന പട്ടുകൊണ്ടുള്ള ഇരുമുടിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇന്ന് മറ്റുള്ളവരെ പോലെ കറുത്ത, നീല, കാവി ഇരുമുടിക്കെട്ടുകൾ കന്യയ്യപ്പന്മാരും ഉപയോഗിക്കാറുണ്ട്. കന്യയ്യപ്പനെ ഒഴിച്ചിട്ടുള്ളവർക്ക് നീല, വെള്ള, കറുപ്പ്, കാവി എന്നിങ്ങനെ നിറങ്ങൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഇരുമുടിയുടെ 2 കെട്ടുകൾ പുണ്യപാപ ചുമടുകളാണ്. മുൻകെട്ടും മറ്റൊന്ന് പിൻകെട്ടും. ശബരിമലയിൽ ഭഗവാന് സമർപ്പിക്കാനുള്ള സാധനങ്ങളാണ് ഇരുമുടിയിൽ മുൻകെട്ടിൽ നിറയ്ക്കുന്നത്. ഇന്നേക്കാലത്ത് പ്ലാസ്റ്റിക് കൊണ്ട് പാക്ക് ചെയ്ത സാധനങ്ങളൊന്നും ശബരിമലയിൽ കൊണ്ടുപോകരുത്. അവിടെ കുറേ ശുദ്ധിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ അയ്യപ്പ ഭക്തരുടെ കൂടി തീരുമാനമായിരിക്കണം. ഇരുമുടിക്കെട്ടിലെ മുൻകെട്ടിലാണ് പുണ്യം. അയ്യപ്പന് അഭിഷേകത്തിനുള്ള നെയ്യ്, കർപ്പൂരം, കടുത്തസ്വാമിക്കുള്ള അവൽ മലർ കാണിക്ക, കദളിപ്പഴം, ഉണക്കലരി, മഞ്ഞപ്പൊടി, കുരുമുളക്, ചന്ദനത്തിരി മുതലായവയാണ് ഈ കെട്ടിൽ. പിൻകെട്ടിൽ മലയ്ക്ക് പോകുന്നവർക്ക് ആവശ്യമായ വസ്തുക്കളാണ് നിറയ്ക്കുന്നത്. ഇന്നേക്കാലത്ത് പിൻകെട്ടിൽ അങ്ങനെ നിറയ്ക്കാറില്ല. കൂടെ കരുതുന്ന ബാഗിലായിരിക്കും മിക്കവാറും കരുതുക. 14ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കെട്ടുനിറ പൂജാമുറിയിൽ വെച്ചാകുന്നത് ഗുണകരമെന്നുള്ളതാണ്. വ്രതം നോക്കുന്ന അയ്യപ്പൻ്റെ ഭവനം ക്ഷേത്രം പോലെ പരിശുദ്ധമാണ്. അവിടെ ഭഗവാന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. അവിടെ വെച്ചാണ് കെട്ടുമുറുക്കേണ്ടത്. ക്ഷേത്രങ്ങളിൽ വെച്ച് സൗകര്യാർത്ഥം കെട്ടുമുറുക്കുന്നവരുണ്ട്. അതും ഗുണപ്രദം തന്നെ. ക്ഷേത്രത്തിൽ വെച്ച് കെട്ടുമുറുക്കാൻ പോകും മുമ്പ് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് വെറ്റിലയും പാക്കും നാണയവും ദക്ഷിണയും വെച്ച് പോകുന്നത് നല്ലതാണ്. വീട്ടിൽ കെട്ടുനിറയ്ക്കാൻ പന്തലുണ്ടാക്കി നിറപറയും കുരുത്തോലയും കൊണ്ട് അലങ്കരിക്കുമായിരുന്നു. ഇന്ന് അതിന് പലർക്കും സാധിക്കാറില്ല. അതുകൊണ്ട് സ്വന്തം പൂജാമുറി കഴുകി വൃത്തിയാക്കി പുണ്യാഹം തളിച്ച് പരിശുദ്ധമാക്കിയ ശേഷം കെട്ടുമുറുക്കണം. കെട്ടുമുറുക്കുമ്പോൾ ഗണപതിക്ക് ഒരുക്ക് അത്യാവശ്യമാണ്. നിലവിളക്ക് കൊളുത്തി വിഘ്നേശ്വരനെ ധ്യാനിച്ച് തൂശനിലയിൽ അവൽ, മലർ, പഴം, ശർക്കര, നാളികേരം, മുന്തിരി, കൽക്കണ്ടം എന്നിവ ഭക്ഷണപ്രിയനായ ഗജാനന് നേദ്യമായി വയ്ക്കുന്നതാണ് ഗണപതി ഒരുക്ക്. കന്നി അയ്യപ്പന്മാർ മലയ്ക്ക് പോകുമ്പോൾ പണ്ട് അയ്യപ്പൻ കഞ്ഞി, അയ്യപ്പസദ്യ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുമായിരുന്നു. ഇപ്പോൾ ചിലരൊക്കെ കഞ്ഞിസദ്യയ്ക്ക് പകരം പായസം നടത്തി മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. 15ാമത്തെ കാര്യം നെയ്ത്തേങ്ങയുടെ കാര്യമാണ്. നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ഗുരുസ്വാമിയുടെ, അതായത് കെട്ടുമുറുക്കുന്ന ആളിൻ്റെ സാന്നിധ്യത്തിൽ നെയ്യ് നിറയ്ക്കണം. ഇതിന് ലക്ഷണയുക്തമായിട്ടുള്ള നാളികേരം നേരത്തെ തന്നെ വൃത്തിയാക്കി എടുക്കണം. നാളികേരം കാണുമ്പോൾ നമുക്ക് അതിൽ വളരെയധികം ദാരിദ്ര്യം ഫീൽ ചെയ്യാറുണ്ട്. മറ്റൊന്നുമല്ല, നെയ്യ് കുറച്ച് അതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കിൻ്റെ, ഒരു അടക്കയുടെ വലിപ്പമുള്ള നാളികേരമൊക്കെ എടുക്കുന്നത് കാണാം. നമ്മളെന്ത് കഷ്ടപ്പെട്ടാണ് ശബരിമലയ്ക്ക് മുകളിലേക്ക് പോകുന്നത്. അവിടെ ഒരു 25-50 രൂപയുടെ നെയ്യ് കൂടുതലായാൽ എന്താണ് കുഴപ്പം? അതുകൊണ്ട് കുറച്ചുകൂടി വലിപ്പമുള്ള നെയ്ത്തേങ്ങ തന്നെ കരുതുന്നത് ശുഭത്വമാണ്.
അതും കൂടെ മനസ്സിലാക്കുക. ഏറ്റവും ഭക്തിയോടെ വേണം ഭഗവാന് അഭിഷേകത്തിന് കൊണ്ടുപോകുന്ന നെയ്യ് നിറയ്ക്കേണ്ടത്. അപ്പോൾ ശരണം വിളിച്ച് തന്നെ നെയ്യ് നിറയ്ക്കണം. ചില വ്യക്തികൾ വീട്ടിലുള്ളവർ തന്നെ നമുക്ക് നെയ്യ് നിറച്ച് തന്നു വിടാറുണ്ട് നമ്മുടെ കെട്ടിലൂടെ. അങ്ങനെ നെയ്യ് നിറച്ച് തരുന്ന നെയ്യ് തേങ്ങ മുൻകെട്ടിലല്ല പിൻകെട്ടിലാണ് വെക്കേണ്ടത്. പതിനാറാമത്തെ കാര്യം കെട്ടുമുറുക്കാണ്. കെട്ട് നിറയ്ക്കുമ്പോൾ ആദ്യം അയ്യപ്പനെ ധ്യാനിച്ച് ഉച്ചത്തിൽ ശരണം വിളിച്ച് വെറ്റില, പാക്ക്, നാണയം, നാളികേരം എന്നിവ ഒരുമിച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പരമശിവനെ സ്മരിച്ച് സ്വാമിയെ തൻ്റെ പള്ളിക്കെട്ടിൽ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നതായി സങ്കല്പിച്ച് ആദ്യം മുൻകെട്ടിൽ നിറയ്ക്കണം. ഈ ചടങ്ങ് കഴിയുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ കെട്ട് ചൈതന്യമുള്ളതായി മാറും. അതിനുശേഷം 3 പ്രാവശ്യം കൈനിറയെ അരിവാരി മുൻകെട്ടിൽ നിറയ്ക്കണം. തുടർന്ന് നെയ്ത്തേങ്ങ ഭക്തിയോടെ മുൻകെട്ടിൽ തന്നെ വയ്ക്കണം. എന്നിട്ട് അവിൽ, കർപ്പൂരം തുടങ്ങിയ സാധനങ്ങളും നിറച്ച ശേഷം ഗുരുസ്വാമി കെട്ടുമുറുക്കുന്നു. അതിനുശേഷം നാളികേരം, അത്യാവശ്യമായ മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ ചേർത്ത് പിൻകെട്ട് നിറയ്ക്കേണ്ടതാണ്. 17ാമത്തെ കാര്യം ഗുരുദക്ഷിണയാണ്. ഗുരുദക്ഷിണ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, ഗുരുസ്ഥാനീയർ എന്നിവർക്കെല്ലാം വെറ്റില, പാക്ക്, നാണയം എന്നിവയ്ക്ക് അടങ്ങിയ ദക്ഷിണ കൊടുക്കാം. ആചാര്യന് നിർബന്ധമായിട്ടും ദക്ഷിണ കൊടുത്തിരിക്കണം. അതിനുശേഷം അല്പം ആഹാരം കഴിക്കാം. കെട്ട് തലയിലേറ്റ് മുമ്പ് ഒരു പ്രത്യേക ചടങ്ങുണ്ട്. ഒരു വെറ്റില, പാക്ക്, നാണയം കയ്യിലെടുത്ത് ഞാൻ മുദ്ര ധരിച്ച ശേഷം അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പിഴകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് ദർശനം കഴിഞ്ഞ് തിരികെ വന്ന ശേഷം ഭക്തിയോടും സത്യസന്ധമായും ജീവിക്കുന്നതിന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് കെട്ടിന് മുകളിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് കിഴക്ക് ദർശനമായി നിൽക്കണം. ഈ വിശേഷ ചടങ്ങ് എല്ലാ നാട്ടിലും കണ്ടുവരുന്നതല്ല. പൂർവികമായിട്ട് ഇങ്ങനൊരു ചടങ്ങ് ചെയ്തു വരുന്നതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ചടങ്ങ് പൊതുവിൽ കാണാറില്ല. ശരണം വിളി ഒരു മഹാമന്ത്രമാണ്. എത്ര ഉച്ചത്തിൽ വിളിക്കുന്നുവോ അത്രയും പാപഹരം. കലിയുഗനാഥനെ ശരണം പ്രാപിക്കുക എന്നത് ആപദ്രക്ഷയ്ക്കും ആയുർരക്ഷയ്ക്കും ജീവിത വിജയത്തിനും ഉത്തമമാണ്. കഴിയുന്നത്രയും ശരണം വിളിച്ച് തന്നെ ശബരിമല യാത്ര പോകുക. 18ാമത്തെ കാര്യം പമ്പാ സ്നാനം, പിതൃതർപ്പണം ഇവയാണ്. പണ്ടുകാലത്ത് എരുമേലിയിലെത്തി പേട്ടതുള്ളൽ മുതലായ ചടങ്ങുകൾക്ക് ശേഷമാണ് ഭക്തർ മലയ്ക്ക് പോയിരുന്നത്. ഇപ്പോൾ പമ്പ വഴിയും നേരിട്ടാണ് പോക്ക്. പമ്പ വഴി പോകുന്നവർ പമ്പാ സ്നാനം, പിതൃതർപ്പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ മുതൽ അനുഷ്ഠിച്ചു പോയാൽ മതി. എരുമേലി വഴി പോകുന്നവർ പ്രായശ്ചിത്തം നടത്തി പേട്ടതുള്ളി പോകണം. സർവപ്രായശ്ചിത്തം എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. പേട്ടതുള്ളലിനുള്ള ഒരുക്കങ്ങൾക്കൊപ്പം ഇത് നടത്തുന്നു. അയ്യപ്പന്മാർ കൂടിയിരുന്ന് ശരണം വിളിച്ച് സ്വാമിയുടെ അനുഗ്രഹത്തെ പ്രതീക്ഷിച്ച് സർവ്വപാപങ്ങൾക്കും പിഴയായി വെറ്റില, പാക്ക്, പണം എന്നിവ എരുമേലി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയോ വഴിപാട് നടത്തുകയോ ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതും എല്ലാവരും ചെയ്തു പോരുന്ന ഒരു ചടങ്ങല്ല. പ്രാദേശികമായിട്ട് ഇന്നും ഒരുപാട് അയ്യപ്പന്മാർ ഇത്തരം ചടങ്ങുകൾ ചെയ്യുന്നത് കാണാറുണ്ട്. 19ാമത്തെ കാര്യം പേട്ടതുള്ളലാണ്. കിരാതവേഷം കെട്ടി വികൃതമായ സ്വരൂപത്തോടെ സർവ്വതും മറന്ന് ഭക്തിയാൽ ആനന്ദ നൃത്തമാടി ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാകുന്ന ചടങ്ങാണ് പേട്ടതുള്ളൽ. ഇതിന് ചായവും കരികളും ദേഹത്ത് തേച്ച് പിടിപ്പിച്ച് കയ്യിൽ ചപ്പിലകളും പിടിച്ച് ചേന, കാച്ചിൽ, പഴം, ശരം മുതലായവ കരിമ്പടത്തിൽ പൊതിഞ്ഞ് ഒരു ദണ്ടിൽ കെട്ടി തോളത്ത് വെച്ച് എല്ലാ ദുരഭിമാനവും വെടിഞ്ഞ് സർവ്വതും മറന്ന് പേട്ടശാസ്താവിനെയും വാവരസ്വാമിയെയും പ്രദക്ഷിണം ചെയ്ത് എരുമേലി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. വാദ്യമേളങ്ങൾക്കൊപ്പം സ്വാമി തിന്തകത്വം, അയ്യപ്പ തിന്തകത്വം പാടിയാണ് പേട്ടതുള്ളൽ. പാപപരിഹാരം നേടാനായിട്ടാണ് പേട്ടതുള്ളൽ നടത്തുന്നത്. ദേഹബാധിതങ്ങളായ മറ്റു ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ പേട്ടതുള്ളൽ കൊണ്ട് സാധിക്കുന്നതാണ്. പാപദോഷ പരിഹാരത്തിനുള്ള ഒരു വഴിപാടായാണ് പേട്ടതുള്ളലിനെ കരുതുന്നത്. രാജകൽപ്പന പ്രകാരം പുലിപ്പാലിന് പോയ അയ്യപ്പൻ നായാട്ടുകാരും ഒന്നിച്ച് മൃഗയാ വിനോദം ചെയ്തതിൻ്റെ സ്മരണയായ പേട്ടതുള്ളി കഴിഞ്ഞാൽ എരുമേലി ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ച് കാണിക്കയിട്ട് വനയാത്ര തുടരാവുന്നതാണ്. 20ാമത്തെ കാര്യം വനയാത്രയുടെ തുടക്കമാണിത്. വനയാത്ര തുടങ്ങുന്നത് കോട്ടപ്പടി മുതലാണ്. കോട്ടപ്പടി കഴിഞ്ഞാൽ പൂങ്കാവനം തുടങ്ങുന്നു. അയ്യപ്പൻ്റെ കോട്ടയുടെ തുടക്കം ആണ് അവിടെ ഇല പറിച്ചിട്ട് തൊഴുതു വേണം യാത്ര തുടങ്ങേണ്ടത്. അവിടെ നിന്നും പേരുത്തോടിലേക്കാണ് യാത്ര. ഭഗവാൻ തൻ്റെ അനുയായികളോടൊത്ത് വിശ്രമിച്ച സ്ഥലമാണ് പേരുത്തോട്. അവിടെ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. പേരുത്തോട്ടിൽ തീർത്ഥമാടി വേണം തുടർന്ന് യാത്ര ചെയ്യേണ്ടത്.
അവിടുത്തെ പാറകളിൽ അവൽപ്പൊടി, മലർപ്പൊടി എന്നിവ ഭക്തിപൂർവ്വം തൂകേണ്ടതാണ്. എരുമേലിയിൽ നിന്ന് പേരുത്തോടിലേക്ക് ഏകദേശം 3.5 കിലോമീറ്റർ ഉണ്ട്. പേരുത്തോടിൽ നിന്നും കാളകെട്ടിയിലേക്കാണ് പോകുന്നത്. പേരുത്തോടിൽ നിന്നും 13 കിലോമീറ്റർ ദൂരം ഇവിടേക്കുണ്ട്. 21ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. കാളകെട്ടി മാഹാത്മ്യമാണ് 21ാമത്തത്. മഹിഷിയെ വധിച്ച ശേഷം അയ്യപ്പൻ ആനന്ദ നൃത്തം ചെയ്തപ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വാഹനമായ കാളയെ അവിടെ ബന്ധിച്ച ശേഷം അയ്യപ്പനെ അനുഗ്രഹിക്കുകയും ചെയ്ത സ്ഥലമാണ് കാളകെട്ടി. കന്യയ്യപ്പന്മാർ കാളകെട്ടിയിൽ ഉടയ്ക്കാൻ ഒരു നാളികേരം പേരുത്തോട്ടിൽ മുക്കിയെടുക്കുന്നു. അത് കാളകെട്ടിയിൽ ഉടയ്ക്കുന്നു. അതിനുശേഷം അഴുതയിലേക്ക് പോകുന്നു. 22ാമത് അഴുതയിൽ. കാളകെട്ടിയിൽ നിന്നും അഴുതയിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. എരുമേലിയിൽ നിന്നും തിരിച്ചാൽ അന്ന് വിശ്രമിക്കുന്നത് അഴുതയിലാണ്. പണ്ടുകാലത്ത് പോകുന്നവർ ആഴിപൂജ നടത്താറുണ്ടായിരുന്നു. അഴുതാ സ്നാനവും കല്ലെടുപ്പും അവിടുത്തെ ചടങ്ങുകളാണ്. അഴുതയിൽ നിന്നും പുറപ്പെടുമ്പോൾ സ്നാനം നടത്തി അവിടെ നിന്നും ഒരു ചെറിയ കല്ല് മുങ്ങിയെടുത്ത് കയ്യിൽ വയ്ക്കുന്നു. കല്ലിടങ്കുന്നിൽ ഇടാനാണ് ഇത്. 23 കല്ലിടുംകുന്ന്. മഹിഷിയെ ദേവലോകത്തു നിന്നും എടുത്തെറിഞ്ഞപ്പോൾ വന്നു പതിച്ച സ്ഥലം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കല്ലിട്ട് മൂടി എന്നുമാണ് വിശ്വാസം. അഴുതാമേട് കയറ്റം അവസാനിക്കാറാകുമ്പോഴാണ് അവിടെ കല്ലിട്ട് വന്ദിക്കുന്നത്. കല്ലിടംകുന്ന് കഴിഞ്ഞാൽ ഇഞ്ചിപ്പാറ കോട്ടയിലേക്ക് യാത്ര. അവിടെ എത്തിയാൽ നാളികേരമെടുത്ത് എറിയുക, വെടിവയ്പ്പിക്കുക തുടങ്ങിയ ചടങ്ങുകളുണ്ട്. കോട്ടയിൽ ശാസ്താവ് എന്ന മൂർത്തിയെ സങ്കല്പിച്ച് ഇവിടെ ആരാധന നടത്തുന്നു. സർപ്പം പാട്ടും നടത്താറുണ്ട്. അവിടെ നിന്നും കരിമലയിലേക്കാണ് യാത്ര. 24 കരിമല വിശേഷം. കരിമല ഭഗവതി എന്ന വനദുർഗയുടെയും കൊച്ചുകടുത്ത സ്വാമിയുടെയും അധിവാസ സ്ഥലമാണ് കരിമല. ശബരിമല യാത്രയുടെ ഏറ്റവും ദുർഘടമായ കയറ്റമാണ് കരിമല കയറ്റം. തട്ടുകളായാണ് മല കയറി ചെല്ലുന്നത്. 8 തട്ടുകൾ കഴിയുമ്പോൾ കരിമലനാഥൻ്റെ ശിലയുണ്ട്. അതിൽ മഞ്ഞപ്പൊടി വിതറി കർപ്പൂരം കത്തിക്കുകയും ചെയ്യുന്നു. കരിമല മുകളിൽ ഭഗവാൻ വില്ലും ശരവും കുത്തി സൃഷ്ടിച്ച കിണറുണ്ട്. വെള്ളമില്ലാത്തപ്പോൾ അതിൽ മലർപ്പൊടി തൂകിയാൽ വെള്ളം കുറേശ്ശെ വരും എന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ 7 കോട്ടയിൽ 4ാമത്തേതാണ് കരിമല. വെടിവയ്പ്പിക്കുക, നാളികേരമെറിയുക, കുളം, കിണർ എന്നിവിടങ്ങളിൽ മലർപ്പൊടി തൂക്കുക എന്നിവയാണ് കരിമലയിലെ വഴിപാടുകൾ. അത് കഴിഞ്ഞ് പമ്പയിലേക്ക് തിരിക്കാം. കരിമല ഇറക്കം കഴിഞ്ഞാൽ വലിയാനവട്ടം, ചെറിയാനവട്ടം എന്നീ 2 സമതല ഭൂമികളുണ്ട്. അവിടെ വന്ന് വിശ്രമിച്ച ശേഷം പമ്പയിലേക്ക് വരാം. 25 പമ്പയിലെ മാഹാത്മ്യം. അനേകം ഔഷധങ്ങളിൽ അലതല്ലി ഒഴുകി വരുന്ന പമ്പാനദി ഗംഗയെപ്പോലെ പുണ്യവാഹിനിയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസകാലത്ത് ഇവിടെ താമസിച്ചതായി പറയുന്നു. പമ്പാതീർത്ഥം ഇക്കാരണം കൊണ്ട് മഹത്വമേറിയതാകുന്നു. വനവാസ സമയത്ത് ദശരഥ മഹാരാജാവ് മരിച്ചതറിഞ്ഞ് ശ്രീരാമചന്ദ്രൻ ഇവിടെ വെച്ച് ബലിയിട്ടു എന്നാണ് പറയുന്നത്. പിതൃബലി ഇവിടെ നടത്തുന്നത് കാശിയിൽ നടത്തുന്നതിൻ്റെ ഫലം തന്നെ നൽകുന്നുണ്ട്. യുദ്ധത്തിൽ മരിച്ച പടയാളികൾക്ക് വേണ്ടി അയ്യപ്പൻ തന്നെ തർപ്പണം നടത്തിയതും പമ്പയുടെ മഹാത്മ്യത്തിൽ പെടുന്നതാണ്. 26 പമ്പാസദ്യ വിളക്ക് ദാനം. മറവപ്പടയുമായി നടത്തിയ യുദ്ധത്തിൽ വിജയിച്ച ശേഷം ഭഗവാനും പടയാളികൾ ചേർന്നൊരുക്കിയ സദ്യയാണ് പമ്പാസദ്യയായി മാറിയത്. പമ്പാസദ്യയിൽ ഭഗവാനും പങ്കെടുക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ പമ്പാസദ്യ ഉണ്ടെന്നത് ഭഗവാനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പുണ്യകർമ്മമാണ്. പമ്പാസദ്യ കഴിഞ്ഞാണ് പമ്പ വിളക്ക്. സന്ധ്യയ്ക്ക് ചിരാതുകളും പന്തങ്ങളും മറ്റ് ദീപങ്ങളും മറ്റും ഈറ്റക്കമ്പ് കൊണ്ടും മറ്റും കമ്പുകൾ കൊണ്ടും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തയ്യാറാക്കി പമ്പാനദിയിൽ ഒഴുക്കുന്നു. ഭിക്ഷുക്കൾക്ക് വസ്ത്രദാനം, പമ്പയിൽ നാണയം നിക്ഷേപിക്കൽ എന്നിവയാണ് പമ്പാദാനം എന്ന് പറയുന്നത്.
പാപഹരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്വാമിയേ 27 നീലിമലയിലേക്ക്. പമ്പാദാനം കഴിഞ്ഞ് നീലിമലയിലേക്ക് തിരിക്കണം. കർപ്പൂരമൊഴിഞ്ഞ് കെട്ടെടുത്ത് പമ്പാഗണപതിക്ക് നാളികേരമുടച്ച് പാർവതി, ഹനുമാൻ, ശ്രീരാമൻ, നാഗദൈവങ്ങൾ എന്നിവരെ വണങ്ങി പന്തള രാജാവിനെ വന്ദിച്ച് പ്രസാദം വാങ്ങിയ ശേഷം നീലിമല കയറുക. നീലിമല കയറ്റം അവസാനിക്കാറാകുമ്പോൾ അപ്പാച്ചിക്കുഴി, ഇപ്പാച്ചിക്കുഴി എന്നീ ഗർത്തങ്ങളുണ്ട്. അയ്യപ്പൻ്റെ കിങ്കരനായ കടുവരൻ ദുർദേവതകളെ അടക്കി നിർത്തി പരിപാലിക്കുന്നത് ഇവിടെയാണ്. അവിടേക്ക് അരിയുണ്ട എറിയുക അനുഷ്ഠാനമാണ്. കന്യയ്യപ്പന്മാർ നിശ്ചയമായും ഇത് ചെയ്യണമെന്നാണ്. അത് കഴിഞ്ഞ് ശബരിപീഠമെത്തും. 28 ശബരിപീഠം. ഭഗവാന്റെ 5ാമത്തെ കോട്ടയാണ് ശബരിപീഠം. ശബരി തപസ് ചെയ്ത സ്ഥലമാകയാലാണ് ഇവിടെ ശബരിപീഠം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നാളികേരമെറിഞ്ഞ് ശബരിയെ വന്ദിച്ച് കർപ്പൂരവും ഒഴിഞ്ഞ് ശരംകുത്തിയിലേക്ക് യാത്ര തുടരാം. കന്യയ്യപ്പന്മാർ ഇവിടെ ശരക്കോൽ കുത്തുന്നു. മാളികപ്പുറത്തമ ശരംകുത്തി വരെ സംക്രമ ദിവസം എഴുന്നള്ളി വരാറുണ്ട്. 6ാമത്തെ കോട്ടയാണ് ശരംകുത്തി. ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്കാണ് അയ്യപ്പന്മാർ പോകുന്നത്. 29 18-ാം പടി. 18 പടികൾ പഞ്ചഭൂതങ്ങളും അഷ്ടരാഗങ്ങളും 3 ഗുണങ്ങളും വിദ്യയും അവിദ്യയും ചേർന്നതാണ്. 18-ാം പടി ചവിട്ടുന്ന സ്വാമിമാർക്ക് ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും സർവ്വപാപങ്ങളും ഇല്ലാതാവുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കെട്ടിൽ നിന്നും പടിയിൽ അടിക്കാനുള്ള നാളികേരം എടുക്കേണ്ടതാണ്. അപ്പോഴെല്ലാം ഉച്ചത്തിൽ ശരണം വിളിക്കണം. പണ്ടുകാലത്ത് പടിയിലായിരുന്നു തേങ്ങ ഉടച്ചിരുന്നത്. ഇപ്പോഴത് പടിയുടെ വശങ്ങളിലായിട്ടാണ്. പടിക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ വേണ്ടിവരുന്നത്. 30 അയ്യപ്പ ദർശനം. 18-ാം പടി കടക്കുമ്പോൾ പടിയുടെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ടും ഉച്ചത്തിൽ ശരണം വിളിച്ചുകൊണ്ടും ഓരോ പടിയിലും കുടികൊള്ളുന്ന മൂർത്തികളുടെ അനുഗ്രഹം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചും പടി കയറണം. കൂടാതെ വലതുകാൽ ആദ്യം വെച്ച് കയറുന്നതും കഴിയുന്നതും തൊട്ടുതൊഴുത്ത് കയറുന്നതും ശ്രേഷ്ഠമാണ്. തുടർന്ന് അയ്യപ്പ ദർശനമാണ്. ഭഗവാനെ ദർശിക്കുമ്പോൾ ഭക്തരുടെ മനസ്സിൽ പ്രാർത്ഥനയായിരിക്കില്ല, പൂർണ്ണ സംതൃപ്തിയായിരിക്കും. ഒരു നിമിഷം മാത്രമായിരിക്കും ചിലപ്പോൾ കാണാൻ കഴിയുക, എങ്കിലും മനസ്സ് നിറയും. പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും കരുണാമൂർത്തിയുടെ ദർശനം കൊണ്ട് മാത്രം സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. ശരിയായ വ്രതവും ഭക്തിയും മൂലം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കളങ്കങ്ങൾ അവിടെ വെച്ച് തന്നെ ഇല്ലാതാകുന്നു. 31 ദർശനശേഷമുള്ള കാര്യം. ദർശനത്തിന് ശേഷം ഭസ്മകുളത്തിൽ എത്തണം. അവിടെ നിന്നും തീർത്ഥം കൊണ്ടുവന്ന് കെട്ടഴിച്ച് നെയ്ത്തേങ്ങ എടുത്ത് അതിൽ തളിക്കണം. തേങ്ങ പൊട്ടിച്ച് നെയ്യെടുത്ത് അഭിഷേകത്തിനായി കൊടുക്കണം. അതിനുവേണ്ടി തെക്ക് വശത്തുള്ള കൗണ്ടറിൽ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. നെയ്യഭിഷേക ശേഷം ഉപദേവന്മാരെ തൊഴുത് കാണിക്ക അർപ്പിച്ച് മാളികപ്പുറത്തേക്ക് പോകാം. ഭഗവാന് വഴിപാട് നടത്താനുണ്ടെങ്കിൽ ഇതിനിടയിൽ നടത്താവുന്നതുമാണ്. 32-ാമത്തെ കാര്യം മാളികപ്പുറത്തെ വഴിപാടുകളെക്കുറിച്ചാണ്. ലോകമാതാവായ പരാശക്തി തന്നെയാണ് മാളികപ്പുറത്തമ്മ. ഇവിടെ നാളികേരം ഉരുട്ടുന്നത് പ്രധാന വഴിപാടാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഇത് ഉത്തമമാണ്. വെറ്റില സമർപ്പണം, കുങ്കുമ സമർപ്പണം, കർപ്പൂരം കത്തിക്കൽ എന്നിവയും ഇവിടെ നടത്താം. പട്ട് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ഇവിടുത്തെ മഞ്ഞൾ പ്രസാദം വിശേഷ ഔഷധമാണ്. പല ത്വക്ക് രോഗങ്ങൾക്കും മഞ്ഞൾ പ്രസാദം സിദ്ധ ഔഷധമായി കരുതപ്പെടുന്നു. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. 33-ാമത്തത് കടുത്ത സ്വാമിക്ക് വഴിപാടുകളാണ്. മാളികപ്പുറത്ത് തന്നെയുള്ള കടുത്ത സ്വാമി നടയിൽ അവൽ, മലർ, തേങ്ങ, ശർക്കര, മുന്തിരി, കൽക്കണ്ടം എന്നിവ അർപ്പിക്കണം. ഇവയെല്ലാം കെട്ടിൽ തന്നെ കാണുന്ന സാധനങ്ങളാണ്. ശരീരത്തെ ബാധിച്ചിരിക്കുന്ന പ്രേതോപദ്രവങ്ങൾ ഇല്ലാതാവുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ വഴിപാടുകളുടെ ഫലം. 34-ാമത്തത് മറ്റ് വഴിപാടുകളാണ്. നെല്ല്, കുരുമുളക്, ചന്ദനം, ചന്ദനത്തിരി, പനിനീര് എന്നിവയാണ് വാവര് സ്വാമിക്കുള്ള വഴിപാടുകൾ.
കറുപ്പസ്വാമിക്കുള്ള വഴിപാടുകൾ കർപ്പൂരം, മുന്തിരി, ചന്ദനത്തിരി മുതലായവയാണ്. മലനടയിൽ ഭഗവതിക്ക് കർപ്പൂരം, കാണിക്ക, വെടി വഴിപാട് എന്നിവയും, നാഗങ്ങൾക്ക് കർപ്പൂരം, കാണിക്ക, മഞ്ഞൾപ്പൊടി, നാഗയക്ഷിക്ക് പട്ട്, കുങ്കുമം മുതലായവയും വഴിപാട് നടത്താം. നവഗ്രഹങ്ങൾക്ക് പൂജ, അർച്ചന എന്നിവയും ഉത്തമമാണ്. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ 35 അഗ്നികുണ്ഡം. ശബരിമലയിലെ അഗ്നികുണ്ഡം ഹോമകുണ്ഡം തന്നെയാണ്. ശബരിമലയെ സംബന്ധിച്ച് അഗ്നികുണ്ഡത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പാപങ്ങൾ മുഴുവനായിട്ട് ഇതിൽ എരിഞ്ഞു തീരുന്നു. ശബരി പോലും ഇവിടെയുള്ള ഭസ്മക്കുളം നിൽക്കുന്ന സ്ഥാനത്താണ് ദഹിച്ചത്. നെയ്യ് കൊണ്ടുപോകുന്ന തേങ്ങ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ് പാപനാശം വരുത്തണം. ശബരി അഗ്നിയിൽ ദഹിച്ച സ്ഥലമാണ് ഭസ്മക്കുളം. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ 36 ശയനപ്രദക്ഷിണം, വെറ്റില പറപ്പിക്കൽ. 18-ാം പടിയിൽ വെറ്റില പറപ്പിക്കുക എന്നൊരു വഴിപാടുണ്ട്. സ്വയം അറിയാതെ ശരീരത്തിൽ എന്തെങ്കിലും അശുദ്ധി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. തിരക്ക് മൂലം ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല. സന്നിധാനത്തും മാളികപ്പുറത്തും അഭീഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തുന്നത് ക്ഷിപ്രഫലപ്രദമാണ്. ഭസ്മക്കുളത്തിൽ കുളിച്ചിട്ട് വേണം ശയനപ്രദക്ഷിണം ചെയ്യേണ്ടത്. ഒരാൾ കൂടി സഹായത്തിന് വേണം. ഏറെ തിരക്കുള്ള കാലഘട്ടങ്ങളിൽ ശയനപ്രദക്ഷിണം അനുവദിക്കുകയില്ല. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ 37 അയ്യപ്പൻ്റെ പ്രധാന വഴിപാടുകളെക്കുറിച്ചാണ്. നെയ്യഭിഷേകം, പായസം, പഞ്ചാമൃതം, അരവണ, അപ്പം തുടങ്ങിയവയാണ് അയ്യപ്പൻ്റെ പ്രധാന വഴിപാടുകൾ. അയ്യപ്പ ദർശനത്തിന് ശ്രേഷ്ഠമായ സമയം അങ്ങനെയൊന്നുമില്ല. എപ്പോൾ ദർശനം നടത്തിയാലും ഭഗവാന്റെ അനുഗ്രഹം ഒരുപോലെയാണ്. എങ്കിലും നിർമ്മാല്യ സമയവും മകരസംക്രമ പൂജയും കലശാഭിഷേക സമയങ്ങളും പ്രീതികരമാണ്. തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ തൊഴുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ്. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ 38 തിരുവാഭരണം. പന്തളരാജൻ തൻ്റെ വളർത്തുപുത്രനായ അയ്യപ്പന് കാഴ്ചവെച്ച സ്വർണ്ണാഭരണമാണ് തിരുവാഭരണങ്ങൾ. അങ്ങയുടെ വംശ്യന്മാർ മകരോത്സവത്തിന് മുടങ്ങാതെ വരികയും എനിക്ക് കൗതുകമില്ലെങ്കിലും ഭക്തരുടെ കൗതുകത്തിന് വേണ്ടി ആഭരണമുണ്ടാക്കി അലങ്കരിക്കുകയും വേണം എന്ന ഭഗവാന്റെ നിർദ്ദേശമാണ് തിരുവാഭരണം കാഴ്ചവെക്കാൻ കാരണം. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ 39 മകരവിളക്ക്. പൊന്നമ്പലമേട്ടിൽ ദേവഋഷിമാരും ശബരിമലയിൽ ഭക്തരും ഒരേ സമയം ആരാധന നടത്തുന്നതാണ് മകരവിളക്കിൻ്റെ പ്രത്യേകത. ആ സമയം ആകാശത്ത് ഒരു നക്ഷത്രം തെളിയുന്നു. ഇതാണ് മകരജ്യോതി. തിരുവാഭരണം ശബരിമലയിലേക്ക് മാത്രമുള്ളതാണ്. എങ്കിലും റാന്നിക്കടുത്തുള്ള പെരിനാട് അയ്യപ്പക്ഷേത്രത്തിൽ മകരമാസം 8-ാം തീയതി തിരുവാഭരണം ചാർത്തി പൂജിക്കും. സ്ത്രീകൾക്കും മറ്റും ദർശനം നടത്താനും തിരുവാഭരണം ധരിച്ച ഭഗവാനെ കണ്ടുതൊഴാനും പറ്റുന്നു എന്നതാണ് അവിടുത്തെ പ്രത്യേകത. ശബരിമല ക്ഷേത്രം പണികഴിപ്പിച്ചത് പന്തളം രാജാവാണ്. ക്ഷേത്ര നിർമ്മാണ സമയത്ത് അദ്ദേഹം പെരിനാട്ടിലാണ് താമസിച്ചത്. ആ സമയം അദ്ദേഹത്തിന് ദർശനം നടത്താൻ വേണ്ടി നിർമ്മിച്ചതാണ് പെരിനാട് ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തോളം പഴക്കം ഇതിനുമുണ്ട്. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ 40-ാമത്തെ കാര്യം ദർശനശേഷമുള്ള കാര്യമാണ്. 18-ാം പടിയിലൂടെ തന്നെ തിരിഞ്ഞിറങ്ങണമെന്നാണ് അനുഷ്ഠാനമെങ്കിലും ഏറെ തിരക്ക് കാരണം അത് സാധ്യമാകാതെ വരുന്നതിനാൽ മറ്റു മാർഗങ്ങളിലൂടെയാണ് ഇപ്പോൾ മടക്കം. തിരികെ പമ്പയിലെത്തി കുളിക്കേണ്ടതില്ല എന്നാണ്. ശബരിമലയിൽ നിന്ന് ആവശ്യമായ പ്രസാദങ്ങളും അപ്പം, അരവണ വഴിപാടുകളും നടത്തി തിരികെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വേണ്ടത്. തിരികെ വന്ന ശേഷം വിധിപ്രകാരമാണ് വീട്ടിൽ കയറേണ്ടത്. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് വീട്ടിൽ കയറിയാൽ ഏറെ ശുഭമാണ്. ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ 41 മാല ഊരുന്ന സമയമാണ്. തിരിച്ചു വരുന്ന ദിവസം തന്നെ വ്രതം മുറിച്ച് മാല ഊരുന്നതിൽ തെറ്റില്ല. മാല ഊരുന്നത് നിലവിളക്ക് തെളിയിച്ച് ഭഗവാനെ കർപ്പൂരമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് മാല ഊരാം. വഴിക്ക് വെച്ച് ക്ഷേത്രത്തിൽ കയറി നാളികേരമുടച്ച് മാല ഊരുന്ന സമ്പ്രദായമുണ്ട്. വീട്ടിൽ വന്നിട്ട് അന്ന് വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്തി മാല ഊരുന്ന ചടങ്ങുകളും ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നു. ഇതെല്ലാം ആചാരപരം തന്നെയാണ്. ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട 41 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഇവിടെ വിശദമാക്കിയത്. പരമാവധി വേഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. ഓരോ കാര്യത്തെയും വിസ്തരിച്ചു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് സമയദൈർഘ്യത്തിന് കാരണമാകും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഞാനിവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ,
ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട വിശേഷാലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കഴിയുമെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രം കൂടി കുറിച്ചിടുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.